ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലെയ്ത്തിനെ കുറിച്ചാണ്. ലെയ്ത്ത് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ആൻഡ് ഓൾഡസ്റ്റ് മെഷീൻ ടൂൾ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് സിലിണ്ട്രിക്കൽ പാർട്സ് ബൈ റൊട്ടേറ്റിംഗ് ദ വർക്ക് പീസ് എഗെയിൻസ്റ്റ് കട്ടിംഗ് ടൂൾ. നിങ്ങളൊക്കെ ലെയ്ത്ത് ഉപയോഗിച്ച് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതാണ് നമ്മളെ ലെയ്ത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫിഗർ. അവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറേ പാർട്സ് ഉണ്ടല്ലേ. ലെയ്ത്ത് വരക്കാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പണ്ടൊക്കെ, ഇപ്രാവശ്യവും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ലെയ്ത്ത് വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അതിനൊരു സിമ്പിൾ ഫിഗർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഗർ. ഈ ഒരു ഫിഗർ നോക്കി നോക്കുക. ഇതാണ് ഒരു ശരിക്കുള്ള ലെയ്ത്ത്. ഇതിലാണെങ്കിൽ നമുക്ക് വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് വേണം അല്ലേ. അതാണ് നമ്മുടെ ചക്ക്. ഓക്കെ, ഈ ചക്ക് 3 ജോ ആവാം, 4 ജോ ആവാം, മാഗ്നറ്റിക് ചക്കാവാം, മാൻഡ്രൽ ആവാം, അങ്ങനെ കുറേ ചക്കാവാം. പിന്നെ നമുക്കൊരു മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ക്യാരേജ്, പിന്നെ നമ്മളെ ലീഡ് സ്ക്രൂ ഉണ്ടാവും, ഫീഡ് സ്ക്രൂ ഉണ്ടാവും, പിന്നെ നമ്മളെ ബെഡ് ഉണ്ടാവും. ഇത്രയൊക്കെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലെയ്ത്തിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇനി ചിപ്പാൻ എന്തായിരിക്കും? ഈ ലെയ്ത്ത് നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്തിട്ട് ഈ ചക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വർക്കും ഒബ്വിയസ്ലി റൊട്ടേറ്റ് ചെയ്യും അല്ലേ. എന്നിട്ട് നമ്മുടെ ഈ ക്യാരേജിലുള്ള ടൂൾ പോസ്റ്റിൽ നമ്മൾ ടൂൾ ഉണ്ടാവും. ഈ ടൂൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ ടൂൾ നമ്മൾ ക്യാരേജ് നീക്കുന്നതനുസരിച്ചിട്ട് വർക്ക് പീസിനെ ചെറുതാക്കും. വർക്ക് പീസിനെ മെഷീൻ ചെയ്ത് കളയും. അപ്പോൾ എന്തായാലും ചിപ്സ് റിലീസ് ചെയ്യുമല്ലോ. ഈ ചിപ്പ് നേരെ ഇവിടെ വന്ന് വീഴും. ഓക്കെ, നേരെ ഇവിടെ വന്ന് വീഴും. ഈ ചിപ്പ് പാനിൽ വന്ന് വീഴും. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാനുള്ളത്? ഈ ഹെഡ് സ്റ്റോക്ക് അസംബ്ലിയിൽ തന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ ഫീഡ് സെലക്ടർ ഉണ്ട്, ക്ലച്ച് ഉണ്ടാവും ഈ ഒരു ഭാഗത്തായിട്ട്. ഓക്കെ, സ്പിൻഡിലുണ്ടാവും. അതിലാണ് നമ്മൾ ചക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ചക്കിലായിരിക്കും നമ്മുടെ വർക്ക് പീസ് മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ക്യാരേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ക്യാരേജ് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കാം, ഓരോ പാർട്സും നമുക്ക് നല്ല രീതിയിൽ വിശദീകരിക്കാം. ആദ്യം തന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്പിൻഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഉണ്ടാവും. ഈ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിലായിരിക്കും നമ്മൾ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? നമുക്ക് 4 ജോ ചക്ക് ഉണ്ട്, 3 ജോ ചക്ക് ഉണ്ട്, മാഗ്നറ്റിക് ചക്ക് ഉണ്ട്. പിന്നെ എന്തൊക്കെ ഉണ്ട്? സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഫേസ് പ്ലേറ്റ്സ് എന്തിനാണ്? ഫേസ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. ഈ ഓഡ് ഷേപ്ഡ് ജോബ്സൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് പ്ലേറ്റ് ഉള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ ഓഡ് ഷേപ്ഡ് ജോബ്സിനെല്ലാം ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ മാൻഡ്രൽസ് എന്താ? ഇതാണ് മാൻഡ്രൽ. ഓക്കെ, അപ്പം ഈ ഹോളോ വർക്ക് പീസൊക്കെ ഉണ്ടല്ലോ, ഈ ഹോളോ വർക്ക് പീസ് എല്ലാം ഈ മാൻഡ്രലിനകത്തോട്ട് കയറ്റിയിട്ട് വെക്കും. അപ്പോൾ എന്താ, ഇറുക്കി പിടിച്ചു വെച്ചോളും. അകത്തൂടെ ആയിരിക്കും ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. വർക്ക് പീസിന് ഹോൾഡ് ചെയ്യുന്ന അകത്തൂടെ ആയിരിക്കും. ഓക്കെ, ഇത് വേണ്ട, നമ്മൾ ഇതേ സെയിം സാധനമാണ് ഇതിൽ നമ്മൾ വർക്ക് പീസ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇട്ടിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കും. പിന്നെ കൊളച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ആൻഡ് ആക്യുറേറ്റ് മെഷീനിങ് നീഡ് ചെയ്യുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഈ കൊളച്ച് വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി ലെയ്ത്തിൻ്റെ ടൈപ്സ് ഓഫ് ലെയ്ത്ത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാനുള്ള ടൈപ്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇഞ്ചിൻ ലെയ്ത്താണ്. ഇഞ്ചിൻ ലെയ്ത്ത് എന്താ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ലെയ്ത്ത്. ഇഞ്ചിൻ ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇഞ്ചിൻ കൊണ്ട് ഓടുന്നു എന്നല്ല അർത്ഥം വരുന്നത്. പണ്ട് ഇഞ്ചിൻ ലെയ്ത്ത് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ആയതുകൊണ്ടാണ് അതിന് ഇഞ്ചിൻ ലെയ്ത്ത് എന്ന പേര് പറയാൻ കാരണം. പക്ഷേ ഇപ്പം ഉള്ള ലെയ്ത്ത് അല്ല ഇഞ്ചിൻ ലെയ്ത്ത് എന്ന് പറഞ്ഞാലും മോട്ടോർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പേര് അങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ജനറൽ പർപ്പസ് വർക്ക്. ഓക്കെ, അതുകൊണ്ടാണ് മോസ്റ്റ് കോമൺലി കാണുന്നത് ഇഞ്ചിൻ ലെയ്ത്ത് തന്നെയാണ്. ഓക്കെ, ഇതാണ് ഇഞ്ചിൻ ലെയ്ത്ത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതാണ് ഇഞ്ചിൻ ലെയ്ത്ത്. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ടററ്റ് ലെയ്ത്ത് ഉണ്ട്, ക്യാപ്സ്റ്റൻ ലെയ്ത്ത് ഉണ്ട്, ടററ്റ് ലെയ്ത്ത് ഉണ്ട്, ബെഞ്ച് ലെയ്ത്ത് എന്തിനാ? ഫോർ ലൈറ്റ് പ്രിസിഷൻ ജോബ്സിനാണ് നമ്മൾ ബെഞ്ച് ലെയ്ത്ത് ഉപയോഗിക്കുന്നത്. ടൂൾ റൂം ലെയ്ത്ത് എന്തായിരിക്കും? വെരി ഹൈ ആക്യുറസി ആയിരിക്കും, യൂസ് ഫോർ ടൂൾ അല്ലെങ്കിൽ ഡൈ മാനുഫാക്ചറിങ്. അപ്പോൾ ടൂൾ റൂം എന്തിനായിരിക്കും? ലെയ്ത്ത് ടൂൾ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഡൈ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട്. ക്യാപ്സ്റ്റൻ ആൻഡ് ടററ്റ് ലെയ്ത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്യാപ്സ്റ്റൻ ആൻഡ് ടററ്റ് ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ രണ്ട് ലെയ്ത്തായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. അതിൽ ക്യാപ്സ്റ്റനും ടററ്റിലും രണ്ടിലും ടററ്റ് ഉണ്ട്. അത് ടററ്റ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അനുസരിച്ചിട്ടാണ് ക്യാപ്സ്റ്റൻ ലെയ്ത്തും ടററ്റ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരുമിച്ച് പറഞ്ഞത്, കാരണം രണ്ടിലും ടററ്റ് ഉണ്ട്. ഈ ടററ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? മൾട്ടിപ്പിൾ ടൂൾസ് ക്യാൻ ബി മൗണ്ടഡ് ഓൺ ദ ടററ്റ്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ ഒരു ടൂൾ എടുത്തിട്ട് ആ ടൂൾ മാറ്റിയിട്ട് അടുത്ത ഓപ്പറേഷന് വേണ്ടി വേറെ ടൂൾ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ടററ്റിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൂൾസ് മൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വിച്ച് ലീഡ്സ് ടു ക്വിക്ക് ഓപ്പറേഷൻസ്. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ മാസ് പ്രൊഡക്ഷൻ. ഓക്കെ, ക്യാപ്സ്റ്റൻ ലെയ്ത്തും ടററ്റ് ലെയ്ത്തും നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ടററ്റ് ലെയ്ത്ത് ഉണ്ട്, ക്യാപ്സ്റ്റൻ ലെയ്ത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ ടൂൾസ് നമുക്ക് അറ്റ് എ സിംഗിൾ ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് മെഷീനിങ് ടൈം പെട്ടെന്നായിരിക്കും. കാരണം നമുക്ക് അപ്പം മാറ്റേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. CNC ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് കമ്പ്യൂട്ടർ കൺട്രോൾ ലെയ്ത്ത് ആണ്. ഹൈ ആക്യുറസി, റിപ്പീറ്റബിലിറ്റി ആൻഡ് സ്പീഡ്. ദിസ് ഇസ് ഓൾസോ യൂസ് ഫോർ മാസ് പ്രൊഡക്ഷൻ.
ഇനി മെയിൻ പാർട്സ് ഓഫ് ലെയ്ത്ത്, ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. ഓക്കെ, ഇവിടെ എന്തോ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫിഗർ. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വല്ലതും വരയ്ക്കാൻ ചോദിച്ചാൽ ഈ ഒരു ഫിഗർ ആയിരിക്കും വരയ്ക്കേണ്ടത്. അതും ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഫിഗറിൻ്റെ ക്വാളിറ്റിയിലൊന്നുമല്ല കാര്യം, എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഫിഗർ വരയ്ക്കുന്നതെന്നല്ല കാര്യം. നിങ്ങൾക്ക് ഫിഗർ വരച്ചിട്ട് ആ പാർട്സ് ലേബിൾ ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ വേണം ഫിഗർ വരയ്ക്കേണ്ടത്. അപ്പം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ആദ്യം തന്നെ നമ്മൾ ലെയ്ത്തിനെ ഇങ്ങനെ വരയ്ക്കുന്നു. ഒരു ബോട്ട് പോലെ ഇത് വെച്ചിട്ട് ഇങ്ങനെ 2 ലെഗ് വരയ്ക്കുമ്പോഴത്തേക്കും നമ്മളെ ലെയ്ത്തിൻ്റെ ബെഡായി മനസ്സിലായോ? ലെയ്ത്തിൻ്റെ ബെഡായി. അപ്പം ഇതായി. ഇനി നമുക്ക് എന്താ വേണ്ട? ഹെഡ് സ്റ്റോക്ക് വേണം അല്ലേ? ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചു. ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ടെയിൽ സ്റ്റോക്ക്. അപ്പോൾ ഒരു ഫീഡ് മെക്കാനിസം വേണം അല്ലേ? ക്യാരേജിന് അനങ്ങി പോകാൻ ഒരു ഫീഡ് മെക്കാനിസം വേണം. അതിലായിട്ട് നമുക്ക് ആരൊക്കെ ഉള്ളത്? 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ലീഡ് സ്ക്രൂവും ഒരെണ്ണം ഫീഡ് റോഡ്. ഫീഡ് റോഡ്. അപ്പം ഇതായി. അപ്പോൾ നമ്മൾ ബെഡ് വരച്ചു, ഹെഡ് സ്റ്റോക്ക് വരച്ചു, നമ്മൾ ഫീഡ് മെക്കാനിസം വരച്ചു. ഇനി നമുക്ക് ആരാ വേണ്ടേ? ഈ ഫീഡ് റോഡിൽ കൂടെ ആയിരിക്കും നമ്മളെ ക്യാരേജ് കടന്നു പോകുന്നത്. ഓക്കെ, ഈ ക്യാരേജിൽ തന്നെ ആരൊക്കെ ഉണ്ട്? ക്രോസ് ലൈഡ് ഉണ്ട്, കോമ്പൗണ്ട് റെസ്റ്റ് ഉണ്ട്. കോമ്പൗണ്ട് റെസ്റ്റ് ഇങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കോമ്പൗണ്ട് റെസ്റ്റ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റ് ആയി. പിന്നെ ആരാളുള്ളത്? നമ്മളെ ടൂൾ പോസ്റ്റ് ഉണ്ട്. ടൂൾ പോസ്റ്റിൽ ആരായിരിക്കും ഉണ്ടാവുക? ടൂൾ ഹോൾഡ് ചെയ്യാനുള്ള ടൂൾ ഉണ്ടോ? ടൂൾ പോസ്റ്റ് എന്തിനാണ്? ടൂൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൂൾ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഈ ടൂൾ പോസ്റ്റൊക്കെ വരച്ച് കഴിയുമ്പോഴത്തേക്കും ഇതാണ് നമ്മളെ വർക്ക് പീസ്. ഓക്കെ, ആ വർക്ക് പീസിൻ്റെ അങ്ങ് ഇവിടെ എത്തിയിട്ട് ടൂൾ വരയ്ക്കാൻ പാടില്ല. കാരണം വർക്ക് പീസുമ്പോൾ ടൂൾ തട്ടിക്കണ്ടേ. അപ്പം ടൂൾ പോസ്റ്റ് വരയ്ക്കുമ്പോൾ ഏതാണ്ട് ഇവിടെ കൊണ്ട് നിർത്തണം. ഓക്കെ, നമ്മൾ ടൂൾ പോസ്റ്റും കോമ്പൗണ്ട് റെസ്റ്റും ക്രോസ് ലൈഡെല്ലാം വരച്ച് കഴിയുമ്പോൾ അങ്ങ് മുകളിലോട്ട് എത്തത്തില്ല, ആകാശത്ത് എത്തല്ലേ. ഓക്കെ, അപ്പം ടൂൾ പോസ്റ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ ആയിരിക്കും നമ്മുടെ ടൂൾ ഇരിക്കുന്നത്. കണ്ടാ, ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മുടെ ടൂൾ ഇരിക്കുന്നത്. അപ്പം ആ ടൂൾ നമ്മളെ വർക്ക് പീസിനെ കട്ട് ചെയ്യാനുള്ള രൂപത്തിൽ വരക്കണം. പിന്നെ നമുക്ക് ആരാ ഉള്ളത്? നമ്മുടെ ടെയിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ടെയിൽ സ്റ്റോക്കിൻ്റെ ഹാൻഡ് വീലും. ഓക്കെ, ഇതാണ് നമ്മുടെ ടെയിൽ സ്റ്റോക്ക്. ഇങ്ങനെയൊക്കെ വരച്ചാൽ മതി. അതായത് ലേബിൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ചക്ക്, നമ്മളെ സ്പിൻഡിലുള്ള ചക്ക്. ഇതാണ് നമ്മുടെ ചക്ക്. ഓക്കെ, ഈ ചക്കിലായിരിക്കും നമ്മൾ ഹോൾഡ് ചെയ്യുന്ന വർക്ക് പീസ്. ഓക്കെ, ഇനി ഇതിന് നേരെ ആയിരിക്കണം നമ്മുടെ ആരുണ്ടാവണ്ടേ? ഇതാരാ? നമ്മളെ ടെയിൽ സ്റ്റോക്ക് ഉണ്ടാകണം. ഇങ്ങനത്തെ കുറച്ച് മൈനർ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് ആണ് അല്ലേ? ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്സ് മാത്രം വരച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം ലേബിൾ ചെയ്യാൻ പറ്റണം. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഇത് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമായിരിക്കും. ഇവിടെ നമ്മൾ മോട്ടർ ഉണ്ടാകും. മോട്ടറിന് കുറേ ഗിയർ ബോക്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മളെ സ്പിൻഡിലോട്ട് കണക്ട് ചെയ്തേക്കണം. അപ്പോൾ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. സ്പിൻഡിൽ നമ്മളെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയ ചക്കോ ഏതെങ്കിലും ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ടാവും. അപ്പോൾ ആ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് സ്പിൻഡിൻ്റെ കൂടെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. അതിൽ തന്നെ ഈ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൽ നമ്മൾ വർക്ക് ഉണ്ടാവും. അപ്പോൾ വർക്കും കൂടുതൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും വൈബ്രേഷൻ താങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെവി കാസ്റ്റിംഗ് ബെഡ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫൗണ്ടേഷൻ ആൻഡ് ക്യാരീസ് ദ ഗൈഡ് വേസ്. യെസ്, ഈ ഗൈഡ് വേസിൽ കൂടെ ആയിരിക്കും നമ്മൾ നീങ്ങാൻ പോകുന്നത്. ഇവിടെ ഗൈഡ് വേസ് ഉണ്ട്. ഈ ഗൈഡ് വേസിൽ കൂടെ ആയിരിക്കും നമ്മുടെ ക്യാരേജ് അസംബ്ലി നീങ്ങാൻ പോകുന്നത്. ക്യാരേജ് അസംബ്ലിയിൽ ഇതെല്ലാം പെടുവേ. കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ്, പിന്നെ നമ്മളെ ക്രോസ് ലൈഡ് എല്ലാവരും പെടും. ഇനി ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം. ഇത് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഹൗസസ് ദ മെയിൻ സ്പിൻഡിൽ ആണല്ലോ. യെസ്, ദ ഗിയർ ബോക്സ് പ്രൊവൈഡ് സ്പീഡ്. ഞാൻ പറഞ്ഞല്ലോ, മോട്ടറിന് ഗിയർ ബോക്സിലോട്ട് ഒരു കണക്ഷൻ ഉണ്ടാകും. എന്നിട്ട് ആ കണക്ഷൻ വഴിയായിരിക്കും, മോട്ടർ കണക്റ്റിനനുസരിച്ച് ഗിയർ ബോക്സ് വഴിയായിരിക്കും നമുക്ക് സ്പിൻഡിലോട്ട് റൊട്ടേഷൻ വരുന്നത്. അപ്പം ഗിയർ ബോക്സിൽ ഏത് ഗിയർ വെച്ചിട്ടുള്ളതെന്നനുസരിച്ച് ആ ഗിയർ റേഷ്യോ അനുസരിച്ചിട്ടായിരിക്കും സ്പീഡ് കൊടുക്കുന്നത് അല്ലേ? പിന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്കിങ്ങനെ വിഷ്വലായിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം കിട്ടും. ഓക്കെ, ഹോൾഡ്സ് ദ മെയിൻ സ്പിൻഡിൽ, പിന്നെ ഹോൾഡ്സ് ദ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, പിന്നെ ഗിയർ ബോക്സ് ആയിരിക്കും ഫോർ സെലക്ടിങ് ദ സ്പീഡ്. ഇനി ടെയിൽ സ്റ്റോക്ക് എന്താ ചെയ്യുന്നത്? ടെയിൽ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ലോങ് വർക്ക് പീസ് ഉണ്ടെന്ന് വിചാരിച്ചോ, സാധാരണ അത്യാവശ്യം ലോങ് ഉള്ള ഒരു വർക്ക് പീസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഫ്രീ എൻഡ് അല്ലേ? അപ്പോൾ ഇത് അതായത് ഇത് ഇങ്ങോട്ട് ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടെ സപ്പോർട്ടിന് വേണ്ടേ? ആ സപ്പോർട്ടാണ് നമ്മുടെ ടെയിൽ സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സപ്പോർട്ട് മാത്രമല്ല, സപ്പോർട്ട്സ് ലോങ് വർക്ക് പീസസ്. പിന്നെ എന്താ ചെയ്യുന്നത്? ബ്രീമിംഗ് ഓപ്പറേഷൻ ഇവിടെയൊക്കെയാണ് നമ്മൾ ഡ്രിൽ ബിറ്റ് വെക്കുന്നത്. ടെയിൽ സ്റ്റോക്കിലായിരിക്കും നമ്മൾ ഡ്രിൽ ബിറ്റ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഹോൾസ് ഡ്രില്ല്, റീമർ. ഓക്കെ, അതാരാ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ടെയിൽ സ്റ്റോക്കാണ്. ഹെഡ് സ്റ്റോക്ക് വർക്കാണ് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ ക്യാൻ ബി ഓഫ്സെറ്റ് ഫോർ ടേപ്പർ ടേണിങ്. ഇതിലോട്ട് നമ്മൾ വരാം, കാരണം ടേപ്പർ ടേണിങ് പിന്നെ വരുന്നുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്തിട്ട് ടേപ്പർ ടേണിങ് ഓപ്പറേഷൻ നടത്താൻ പറ്റും. നമുക്ക് നോക്കാം. ഇനി ക്യാരേജ് അസംബ്ലി, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ക്യാരേജ് അസംബ്ലി അല്ലാതെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ മാത്രമായിട്ട് വരച്ച് വെക്കാം. എവിടെയൊക്കെ നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കാൻ പറ്റുന്നോ അവിടെയൊക്കെ ഫിഗർ വരച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ക്യാരേജ് അസംബ്ലിയിൽ ആദ്യം തന്നെ നമുക്കുള്ളതാരാ? സാഡിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ്. എച്ച് പോലെ ഇരിക്കും കാണാൻ. ഓക്കെ, ഈ സാഡിൽ എന്താ ചെയ്യുന്നത്? ഇറ്റ് സ്ലൈഡ്സ് ഓൺ ദ ബെഡിലെ ഗൈഡ് വേസിൽ കൂടെ ഈ സാഡിൽ നമ്മൾ സ്ലൈഡ് ചെയ്യും. ഇനി ക്രോസ് ലൈഡ് ഉണ്ട്. ആ സാഡിലിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ ആരാ വരുന്നത്?
ക്രോസ് സ്ലൈഡ് വരുന്നു. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഇതാണ് നമ്മൾ ക്രോസ് സ്ലൈഡ്. ഈ ക്രോസ് സ്ലൈഡ് എന്താ ചെയ്യുന്നത്? ക്രോസ് സ്ലൈഡ് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ക്രോസ് ആയിട്ട് സ്ലൈഡ് ചെയ്യുന്നു. അതായത് എൻ്റെ ടൂൾ ഇവിടെയാണ്. എനിക്കിതാ സ്ക്രീനിൻ്റെ അകത്തോട്ട് പോകണമെങ്കിൽ ക്രോസ് സ്ലൈഡ് വേണ്ടി വരും അല്ലേ? അതായത് ലോങ്ങിറ്റ്യൂഡൽ ഫീഡ് നമ്മളിങ്ങനെ ബെഡിൻ്റെ ആ ഗൈഡ് വേസിൽ കൂടെ പോകും. ഇനി അകത്തോട്ട് കയറണമെങ്കിലോ, അതായത് ടൂളിനെ അകത്തോട്ട് കട്ട് ചെയ്യണമെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു ടൂളിനെ എനിക്ക് അകത്തോട്ട് കട്ട് ചെയ്ത് തീർക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ക്രോസ് സ്ലൈഡ് ഉപയോഗിക്കും. ക്രോസ് സ്ലൈഡ് അനക്കിയിട്ടായിരിക്കും നമുക്ക് ആ ഒരു ട്രാൻസ്വേഴ്സ് മൂവ്മെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ കോമ്പൗണ്ട് റെസ്റ്റ് എന്താ ചെയ്യുന്നത്? യെസ്, അതും ടേപ്പർ ടേണിങ്ങിനാണ്. വേറെ ഒരെണ്ണം കൂടി നമ്മൾ പറഞ്ഞു, ടേപ്പർ ടേണിങ്. യെസ്, നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുമില്ലെങ്കിൽ നമുക്ക് ടെയിൽ സ്റ്റോക്കിനെ ഓഫ്സെറ്റ് ചെയ്ത് വെക്കാം. ടെയിൽ സ്റ്റോക്കും ഹെഡ് സ്റ്റോക്കും ഇപ്പോൾ ഒരേ പോയിന്റില്ല, ഒരേ സെൻറ്റേഴ്സിലാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിനെ ഓഫ്സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ടേപ്പർ ടേണിങ് അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് എങ്ങനെ ടേപ്പർ ടേണിങ് അച്ചീവ് ചെയ്യാൻ പറ്റും? ഇതുണ്ടല്ലോ, ഇത് നമ്മളെ കോമ്പൗണ്ട് റെസ്റ്റ്. ഈ കോമ്പൗണ്ട് റെസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിപ്പോൾ ഞാൻ മേളിൽ നിന്ന് നോക്കിയുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ, അപ്പം ഇങ്ങനെ ഇരിക്കുന്ന കോമ്പൗണ്ട് റെസ്റ്റിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നീക്കാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ആംഗിളിൽ തിരിച്ച് വെക്കാം. ഇങ്ങനെ ഒരു ആംഗിളിൽ തിരിച്ച് വെച്ചാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഉണ്ടായിരുന്ന കോമ്പൗണ്ട് റെസ്റ്റിനെ ഇങ്ങനെ ഒരു ആംഗിളിൽ തിരിച്ച് വെച്ചാൽ എനിക്ക് അങ്ങനെയും നമുക്ക് ടൂൾ ഇങ്ങനെ പോയിട്ട് ഒരു ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്താ? നമുക്ക് ടൂൾ പോസ്റ്റ് എന്തായിരിക്കും? ടൂളിനെ ഹോൾഡ് ചെയ്യാൻ എപ്രോൺ എന്താ ചെയ്യുന്നത്? യെസ്, നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ലോങ്ങിറ്റ്യൂഡിനുള്ള ഫീഡും ക്രോസ് ഫീഡും എല്ലാം കൊടുക്കാൻ ഒരു ഗിയർ വേണ്ടേ, കുറച്ച് ഗിയർ അസംബ്ലി വേണ്ടേ? അതിനെല്ലാം കൂടിയും പറഞ്ഞിട്ടാണ് എപ്രോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഹൗസസ് ദ ഫീഡ് മെക്കാനിസം. ഓക്കെ, അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് എപ്രോൺ എന്ന് പറയുന്നത്. ലീഡ് സ്ക്രൂ ആൻഡ് ഫീഡ് റോഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ലീഡ് സ്ക്രൂ ഉണ്ടല്ലോ, ഈ ലീഡ് സ്ക്രൂ ആണ് ഇത് ത്രെഡുള്ള സ്ക്രൂ, ലീഡ് സ്ക്രൂ നോക്കിയൊക്കെ. ഇതെന്തിനാണ് മെയിൻ ആയിട്ടുള്ളത്? നമ്മൾ ത്രെഡ് കട്ടിങ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ലീഡ് സ്ക്രൂ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ത്രെഡ് കട്ടിങ് ഓപ്പറേഷനുള്ളത്. ബാക്കി ഉള്ള സാധാ നോർമൽ ഓപ്പറേഷനല്ല നമ്മൾ ഫീഡ് റോഡാണ് ഉപയോഗിക്കുന്നത്. ഈ സാധാരണ ടേണിങ് ഓപ്പറേഷൻസിനല്ല നമ്മൾ ഫീഡ് റോഡായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം ലീഡ് സ്ക്രൂ ഉണ്ട്, ഫീഡ് റോഡ് ഉണ്ട്. ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത് ത്രെഡ് കട്ടിങ് ആണ്, ഓട്ടോമാറ്റിക് ഫീഡും. പിന്നെ സ്പിൻഡിൽ എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? നമ്മൾ നേരത്തെ ഹെഡ് സ്റ്റോക്ക്. യെസ്, ഹെഡ് സ്റ്റോക്കിന് അവിടെ പറഞ്ഞായിരുന്നു. റൊട്ടേറ്റ്സ് ദ വർക്ക് പീസ് ഡ്രിവൺ ബൈ ബെൽറ്റ് അല്ലെങ്കിൽ ഗിയർ ബോക്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞത് ഇവിടെ ഈ ഹെഡ് സ്റ്റോക്കിന് അവിടെ പറഞ്ഞു അല്ലേ, ഗിയർ ബോക്സ് പ്രൊവൈഡ്സ് സ്പീഡ്. അപ്പം ഈ സ്പിൻഡിലിന് ആരായിരിക്കും നമ്മൾ റൊട്ടേഷൻ കൊടുക്കുന്നത്? ഗിയർ ബോക്സ് ആയിരിക്കും അല്ലേ? ഈ ഗിയർ ബോക്സ് ആരായിട്ടായിരിക്കും അവസാനം കണക്ട് ചെയ്തുണ്ടാവുക? മോട്ടർ. അപ്പോൾ മോട്ടർ കറങ്ങുന്നതനുസരിച്ച് ഗിയർ ബോക്സ് കറങ്ങുന്നു, ഗിയർ കറങ്ങുന്നതനുസരിച്ച് നമ്മളെ മെയിൻ സ്പിൻഡിലും കറങ്ങുന്നു. അപ്പം അങ്ങനെ നമ്മളെ ലെയ്ത്തിൻ്റെ പാർട്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത്, അത് നിങ്ങളുടെ സിലബസിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ലെയ്ത്ത് മേടിക്കുമ്പോൾ ഇങ്ങനത്തെ സ്പെസിഫിക്കേഷനാണ് നോക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്പെസിഫിക്കേഷൻസ്. എന്തൊക്കെ? സ്വിങ് ഓവർ ബെഡ് നോക്കുന്നു, സ്വിങ് ഓവർ ക്യാരേജ് നോക്കുന്നു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് അത് നോക്കുന്നു. ഓക്കെ, അപ്പം ഒരു ലെയ്ത്ത് നോക്കുമ്പം ഇതൊക്കെയാണ് നമ്മളെ സ്പെസിഫിക്കേഷൻ പറയാനുള്ളത്. അപ്പോൾ ഒരിടത്ത് പോയിട്ട് നമുക്ക് ഇന്ന തരം ലെയ്ത്ത് വേണമെന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഈ ഇന്ന ലെയ്ത്താണ് അവർക്ക് വേണ്ടതെന്ന്. അപ്പോൾ സ്പിൻഡിലെ ബോറ്, നമ്പർ ഓഫ് സ്പീഡ് സ്റ്റെപ്സ്, എത്ര സ്പീഡിൽ നമുക്ക് ആ ഒരു ലെയ്ത്തിനെ കറക്കാൻ പറ്റും, അല്ലെങ്കിൽ മെയിൻ സ്പിൻഡിൽ കറക്കാൻ പറ്റും, പവർ ഓഫ് ദ മോട്ടർ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എഞ്ചിൻ ലെയ്ത്താണെങ്കിലും മോട്ടർ വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ആ മോട്ടറിന് എത്ര ഹോഴ്സ് പവർ വേണ്ടി വരും, മാക്സിമം ക്യാരേജ് ട്രാവൽ, നമ്മൾ ആ ഒരു ക്യാരേജ് അസംബ്ലി ഉണ്ടല്ലോ അതിന് എത്രത്തോളം നീങ്ങാൻ പറ്റണം. ഓക്കെ, അതെല്ലാം ആ ലെയ്ത്തിൻ്റെ സൈസൊക്കെ അങ്ങനെയല്ലേ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഹൈറ്റ് ഓഫ് ദ സെൻറ്റേഴ്സ്. ലെയ്ത്ത് ഓപ്പറേഷൻ ഇമ്പോർട്ടൻറ്റ്. ലെയ്ത്ത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലെയ്ത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ നോക്കണ്ടേ? ലെയ്ത്ത് വെറുതെ മേടിച്ച് വെച്ചിട്ട് കാര്യമുണ്ടോ? എന്തൊക്കെ ചെയ്യാൻ പറ്റും? യെസ്, ഈ ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമുക്ക് പറയാൻ പറ്റും മോസ്റ്റ് വേഴ്സറ്റൈൽ, ഓൾഡസ്റ്റ്, മദർ ഓഫ് ഓൾ മെഷീൻ ടൂൾസ് എന്നൊക്കെ പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? കാരണം ഇതിൽ കുറേ ഓപ്പറേഷൻ നടത്താൻ പറ്റും. ആ ഓപ്പറേഷൻസിന് തന്നെ 3 മേജർ ക്ലാസ്സസിന് അണ്ടറിലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടേണിങ് ഓപ്പറേഷൻസ്. ലെയ്ത്തിന് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ടേണിങ് ഓപ്പറേഷൻസ് ചെയ്യാനാണ്. ഈ ടേണിങ് ഓപ്പറേഷൻസിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ? ടേണിങ് ഓപ്പറേഷൻസ് മെയിൻലി റെഡ്യൂസസ് ദ ഡയമീറ്റർ. അതായത് ഇങ്ങനെയുള്ള വർക്ക് പീസിനെ ഞാൻ ലെയ്ത്ത് ചെയ്ത് കുറച്ച് ഇപ്പോൾ ഇങ്ങനെ ആക്കി. അതായത് ഇവിടുന്ന് ഞാൻ ടൂൾ കൊണ്ടുവന്നു ഇങ്ങനെ പോയപ്പോഴത്തേക്കും ഇപ്പോൾ ഡയമീറ്റർ കുറഞ്ഞു. ഇത്രയും ഉണ്ടായിരുന്ന ഡയമീറ്റർ ഇപ്പോൾ ഞാൻ ഇത്രയും കുറച്ചു. അപ്പോൾ അതാണ് ടേണിങ് ഓപ്പറേഷൻ. ഇനി ടേണിങ് ഓപ്പറേഷൻ തന്നെ വേറെ രീതിയിലുണ്ട് അല്ലേ? കോണ്ടോർ ടേണിങ്, ഒരു കോണ്ടോർ പ്രൊഫൈൽ കിട്ടും. അപ്പോൾ ഞാൻ എങ്ങനെ ഫീഡ് കൊടുത്തത് കണ്ട?
അകത്തോട്ട് കൊടുത്തു, പിന്നെ പുറത്തോട്ട് കൊണ്ടുവന്നു. ഓരോ പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് പോകുമ്പോഴും അകത്തോട്ട് കൊടുക്കുന്നു, പുറത്തോട്ട് കൊണ്ടുവരുന്നു, അകത്തോട്ട് വീണ്ടും കൊടുക്കുന്നു. ഓക്കെ, ഈ അകത്തോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന ആരാ? നമ്മുടെ ക്രോസ് സ്ലൈഡാണ് അല്ലേ. പിന്നെ ലോങ്ങിറ്റ്യൂണൽ ഫീഡ് അല്ലാതെ തന്നെ നമ്മൾ കൊടുക്കുന്നു. പിന്നെ നമ്മൾ ടേപ്പർ ടേണിംഗ് ആണെങ്കിൽ എങ്ങനെ? ഒന്നുകിൽ ഓഫ്സെറ്റ് മെത്തേഡ്, ടെയിൽ സ്റ്റോക്കിന് നമ്മൾ ഓഫ്സെറ്റ് വെച്ച് ചെയ്തിട്ട് നമുക്ക് ടേപ്പർ ടേണിംഗ് പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കോമ്പൗണ്ടർ സ്വിവൽ മെത്തേഡ് നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു വർക്ക് പീസിനെ എനിക്കിപ്പം ഇങ്ങനെ ആക്കാം കണ്ട, ഇങ്ങനെ ആക്കാം. അതിന് ഞാൻ എന്താ ചെയ്യുന്നത്? ഒന്നുമില്ലെങ്കിൽ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ്, അല്ലെങ്കിൽ എനിക്ക് കോമ്പൗണ്ടർ സ്വിവലിംഗ് മെത്തേഡ്. പിന്നെന്താ? ഫേസിംഗ് ഓപ്പറേഷൻ എന്താ ചെയ്യുന്നത്? ടേണിംഗ് ഓപ്പറേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡയമീറ്റർ കുറയ്ക്കാൻ. ഫേസിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള വർക്ക് പീസിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാനാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഈ ഫേസിംഗ് ഓപ്പറേഷനിൽ ഒരു ആംഗിളിൽ ഞാൻ എൻ്റെ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകും. അപ്പോൾ എന്ത് ചെയ്തു? ഇത്രയും സ്ഥലം മുറിഞ്ഞു പോയി. ഒരു കാര്യം ഓർക്കണം, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മളെ ചക്കമ്മ. ഓക്കെ, എന്നിട്ട് ഞാൻ ടൂളിനെ ഞാൻ ക്രോസ് സ്ലൈഡ് വെച്ചിട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ക്രോസ് സ്ലൈഡ് ഞാൻ അകത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് ചെയ്തു? മൊത്തത്തിൽ ഇതിൻ്റെ ഡയമീറ്റർ അല്ല ലെങ്ത്ത് കുറഞ്ഞു. ഇത്രയും ഉണ്ടായിരുന്ന ലെങ്ത്ത് ഇപ്പം ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം ഇതാണ് ഫേസിംഗ് ഓപ്പറേഷൻ. നോക്കി നോക്ക്, അകത്തോട്ട് ഫീഡ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ഭാഗം കൂടി കാണൂല. ഓക്കെ, ഇത് സെൻറ്റർ വരെ കൊണ്ടുപോയാൽ മതി. കാരണം എന്താ? ഇത് ടേണിങ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഈ ഒരു വർക്ക് പീസ് ടേണിങ് ആയിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. ഓക്കെ, അപ്പോൾ സെൻറ്റർ വരെ കൊണ്ടുപോകുമ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങ് തീർന്നോളും. പിന്നെ ടേപ്പർ ടേണിംഗ്, കോണ്ടൂർ ടേണിംഗ്, ഫോമിംഗ് എന്ന് പറഞ്ഞാൽ ഫോം ടൂൾ ഉണ്ടാവും. ഇങ്ങനെ തന്നെ ഒരു ടൂൾ കിട്ടും. ആ ടൂൾ വെച്ച് ജസ്റ്റ് ഒന്ന് ഫീഡ് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ആ ഒരു പ്രൊഫൈൽ കിട്ടും. ഓക്കെ, പിന്നെ ബോറിംഗ് ഓപ്പറേഷൻ, ഡ്രില്ലിംഗ് ഓപ്പറേഷൻ, റീമിംഗ് ഓപ്പറേഷൻ, അതൊക്കെ നമ്മൾ ടെയിൽ സ്റ്റോക്കിൽ വെച്ചായിരിക്കും. ഇവിടെ ആയിരിക്കില്ല നമ്മൾ ടെയിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടാവും. ആ ടെയിൽ സ്റ്റോക്കിലായിരിക്കും നമ്മൾ ഈ ടൂൾ വെക്കുന്നത്, ബോറിംഗ് ടൂളും ഡ്രില്ലിംഗ് ടൂളും എല്ലാം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഒരു ഹോൾ കൊടുക്കുന്നു. അതിനാണ് നമ്മൾ ബോറിംഗും ഡ്രില്ലിംഗ് ഒക്കെ പറയുന്നത്. അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇനി വരുന്നതിൽ നമ്മൾ പറയുന്നുണ്ട് ഓരോന്നും. ചാംഫറിങ് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഉണ്ടായിരുന്ന മെഷീനിന് ഞാൻ ഇവിടെ ചെറിയൊരു ചാംഫറിങ് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ ആക്കി കൊടുക്കുന്നു. പിന്നെ നമുക്കുള്ളത് ത്രെഡിങ്ങും നേളിങ് ഓപ്പറേഷനോ. അപ്പോൾ ത്രെഡിങ് ഓപ്പറേഷൻ എന്താ നമുക്കറിയാം അല്ലേ. നമ്മൾ ഈ സ്ക്രൂവിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ത്രെഡ് എല്ലാം ഉണ്ടാവും. ഈ ത്രെഡ് എന്തിനായിരിക്കും? നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് വേറൊരു പാർട്ടിലോട്ട് കയറ്റി ഒരു അസംബ്ലി ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ഈ നേളിങ് ഓപ്പറേഷൻ എന്തായിരിക്കും? ഇതുപോലെ ഒരു നേളിങ് ടൂൾ ഉണ്ടാവും. ഓക്കെ, ഈ നേളിങ് ടൂളിൽ ഗ്രിപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഗ്രിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറേ പ്രൊജക്റ്റഡ് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ക്രോസ് ആയിട്ട്. അപ്പം ഈ ഹാച്ച് ലൈൻസ് നമുക്ക് നമ്മുടെ ടൂളിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വർക്ക് പീസിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നേളിങ് ടൂൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പ്രൊജക്ഷൻ, ഈ ഒരു ക്രോസ് ഹാച്ച് നമ്മുടെ വർക്ക് പീസിലോട്ടും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് എളുപ്പത്തിൽ പിടിക്കാൻ പറ്റും അല്ലേ. ഭയങ്കര സ്മൂത്ത് സർഫസ് ആണെങ്കിൽ നമ്മളതിൽ നിന്ന് വഴുതി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഗ്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേളിങ് ടൂൾ ഉപയോഗിക്കുന്നത്. പിന്നെ പാർട്ടിങ് ടൂൾ വെച്ചിട്ട് നമുക്ക് പാർട്ട് ചെയ്യാൻ പറ്റും. ചാംഫറിങ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഒരു ഷാർപ്പ് എഡ്ജസിനൊക്കെ സ്മൂത്ത് ആക്കാൻ പറ്റും അല്ലേ. ഇങ്ങനെ കുറച്ചൊരു അല്ലെങ്കിൽ ചാംഫർ കൊടുത്തിട്ട് അത് നോക്കാം. ടേണിങ് എന്താ? റെഡ്യൂസസ് ഡയമീറ്റർ അല്ലേ. നമ്മൾ ടേപ്പർ ടേണിംഗ് ഉണ്ട്, കോണ്ടൂർ ടേണിംഗ് ഉണ്ട് അല്ലേ. ഇറ്റ് പ്രൊഡ്യൂസസ് സിലിണ്ടറിക്കൽ സർഫസ്. ഓഫ് കോഴ്സ് ഫീഡ് ഈസ് പാരലൽ ടു ദ ആക്സിസ്. ഫീഡ് എന്ന് പറയുന്നത് പാരലൽ ടു ദ ആക്സിസ് ആണ്. അതായത് ഇങ്ങനെ ഉണ്ടായിരുന്ന വർക്ക് പീസിനെ ഞാൻ ഇങ്ങനെ ഇവിടെ ഞാൻ ടൂൾ കൊടുത്തിട്ട് കുറച്ചിങ്ങോട്ട് കയറ്റിയതിന് ശേഷം പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? ഫീഡ് ഇങ്ങനെ കൊടുക്കുന്നത് അല്ലേ. അത് കുറച്ചിങ്ങോട്ട് കയറ്റുമ്പോഴത്തേക്കും ഇപ്പം ഇത്രേ പോവും. ഓക്കെ, പിന്നെ ഇത് റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട് അബൌട്ട് ഇറ്റ് ആക്സിസ് ഇവിടെ പോകുന്നത് തന്നെ മൊത്തത്തിൽ അങ്ങ് പോയി. അപ്പോൾ എന്താ നമുക്ക് ഇവൻച്വലി ഇതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞു കിട്ടും. ഈ ആക്സിസിന് പാരലലായിട്ടായിരിക്കും നമ്മൾ ഫീഡ് കൊടുക്കുന്ന ടൂളിൽ. ഓക്കെ, ഇനി ഫേസിംഗ് ഓപ്പറേഷൻ എന്തായിരിക്കും? ഫേസിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഫീഡ് നമ്മളെങ്ങനെ കൊടുക്കുന്നത്? പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ടൂൾ. ഓക്കെ, ആൻഡ് പ്രൊഡ്യൂസസ് ഫ്ലാറ്റ് എൻഡ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യും. ഷോൾഡർ ടേണിംഗ് എന്തായിരിക്കും? സ്റ്റെപ്പ് ഇൻ ഡയമീറ്റർ. ഡയമീറ്ററിലും സ്റ്റെപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനും ഇറ്റ് ഈസ് കോമൺ ഇൻ ഷാഫ്റ്റ്സിലൊക്കെയാണ് കോമൺ. ചാംഫറിങ് നമുക്കറിയാം, ഷാർപ്പ് എഡ്ജസ് എല്ലാം ഇങ്ങനെയുള്ള ഷാർപ്പ് എഡ്ജസിനെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് നമ്മൾ ടൂളിനെ കയറ്റി വെച്ചിട്ട് മെല്ലെ ഇറക്കും. ഓക്കെ, ഇങ്ങനെ കയറ്റി വെച്ചതിന് ശേഷം മെല്ലെ ഒന്ന് ഇറക്കും. ഇങ്ങോട്ട് ഫീഡ് കൊടുക്കുന്നതോടൊപ്പം തന്നെ മെല്ലെ ഇറക്കുമ്പോൾ നമുക്കൊരു ചാംഫർ കിട്ടും അല്ലേ. ഇറ്റ് റിമൂവ്സ് ഷാർപ്പ് എഡ്ജസ്. നേളിങ് എന്താ ചെയ്യുന്നത്? നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. ഇതാണ് നേളിങ് ഓപ്പറേഷൻ. എന്താ ചെയ്യുന്നത്? നമ്മൾ ടൂൾ പോസ്റ്റിൽ നമ്മൾ നേളിങ് ടൂൾ എടുത്ത് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കുന്നു, ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പം നല്ല രീതിയിൽ നമ്മളെ വർക്ക് പീസിൽ
നമ്മളെ ടൂള് പ്രസ്സായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ സ്ലോ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെല്ലെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന അതേ ഹാച്ചിങ് ഇവിടെയും കിട്ടും. നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു വർക്ക് പീസിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻഹാൻസസ് ദ ഗ്രിപ്പ്, ക്രിയേറ്റ്സ് പാറ്റേൺ ഓൺ ദ ഹാൻഡിൽ സർഫസ് അല്ലേ. ഇതുപോലെ ക്രോസ് ഹാച്ച് പാറ്റേൺ ഉണ്ട്, വേറെയും പാറ്റേൺസ് എല്ലാം ഉണ്ട്. ഇനി അടുത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ടേണിംഗ് ഓപ്പറേഷൻ അല്ലാതെ അടുത്ത ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ഉണ്ട്, ബോറിംഗ് ഓപ്പറേഷൻ ഉണ്ട്, റീമിംഗ് ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഡ്രില്ലിംഗ് ഓപ്പറേഷൻ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ ഡ്രിൽ ബിറ്റ് വെച്ചിട്ട് ഒരു സർക്കുലർ ഹോൾ പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും. ബോറിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഹോളിനെ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോറിംഗ് ടൂൾ വെച്ച് ചെയ്യുന്ന ഓപ്പറേഷനാണ് ബോറിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് എൻലാർജസ് ദ എക്സിസ്റ്റിംഗ് ഹോൾ ആൻഡ് ഓൾസോ ഇംപ്രൂവ്സ് ആക്യുറസി. പക്ഷേ റീമറാണ് നമ്മുടെ മെയിൻ ഫിനിഷിംഗ് സ്റ്റെപ്പ്. അതായത് ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ആഫ്റ്റർ ഡ്രില്ലിംഗ് ഓർ ബോറിംഗ്. അപ്പം ഡ്രില്ല് ചെയ്തതിന് ശേഷമോ ബോർ ചെയ്തതിന് ശേഷമോ നമുക്കൊരു നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ റീമർ ടൂൾ ഉപയോഗിച്ച് റീമിങ് ചെയ്യുന്നത്. അച്ചീവ്സ് ദ ഫൈനൽ ആക്യുറേറ്റ് ഹോൾ സൈസ്. ഓക്കെ, ഇനി ടേപ്പർ ഓപ്പറേഷൻ. ഞാൻ പറഞ്ഞു ടേപ്പർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലേ. എങ്ങനെ ടേപ്പർ? ഇങ്ങനെ ഉണ്ടായിരുന്ന വർക്ക് പീസിന് ഞാൻ ഇങ്ങനെ ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇവിടെ വരും. ഓക്കെ, അപ്പം ഇതുപോലൊരു ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ എനിക്ക് കമ്പൈൻഡ് ഫീഡ് കൊടുക്കാം. എങ്ങനെ കമ്പൈൻഡ് ഫീഡ് കൊടുക്കുന്നത്? അതായത് ഇങ്ങനെ ഉണ്ടായിരുന്ന സാധനത്തിന് തന്നെ ഞാൻ എന്ത് ചെയ്തു, ക്രോസ് ഫീഡും കൊടുത്തു, അകത്തോട്ട് ഫീഡ് കൊടുത്തു, എന്നിട്ട് എനിക്ക് ലോങ്ങിറ്റ്യൂഡിൽ ഫീഡ് കൊടുത്തു. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള ഒരു സാധനമാണെന്ന് വിചാരിച്ചോ, ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാം. ഞാൻ അകത്തോട്ട് ഇങ്ങനെ മെല്ലെ കൊടുക്കുന്നതോടൊപ്പം തന്നെ മുകളിലോട്ടും കയറ്റി. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചോ, ഈ എൻഡിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാൻ കുറച്ച് കയറ്റിയിട്ട് ഞാൻ അകത്തുനിന്ന് അടിയിലോട്ട് പുറത്തോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, ക്രോസ് ഫീഡിന് ഞാൻ ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്കും ഞാൻ ഫീഡ് കൊടുക്കുന്നു. അപ്പോഴും എന്ത് ചെയ്തു, ഇങ്ങനെ നമുക്കൊരു പ്രൊഫൈൽ കിട്ടും അല്ലേ. ഇതിനാണ് ടേപ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കമ്പൈൻഡ് ഫീഡ് മെത്തേഡ് വഴി നമുക്ക് ടേപ്പർ കൊടുക്കാം. പിന്നെന്താ, ടെയിൽ സ്റ്റോക്കിനെ ഓഫ്സെറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കിൻ്റെയും ആക്സിസ് എന്ന് പറയുന്നത് ഒരേ രീതിയിലായിരുന്നു വന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഹെഡ് സ്റ്റോക്കിൻ്റെ ആക്സിസ് ഇങ്ങനെ, ടെയിൽ സ്റ്റോക്കിൻ്റെ ആക്സിസ് ഇവിടെ. അതായത് ഒരു ഓഫ്സെറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ. ഈ ഓഫ്സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യുന്നതിൽ തന്നെ ഒരു ചെറിയൊരു ടിൽറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ടൂൾ വെച്ചിട്ട് ഇങ്ങനെ ലോങ്ങിറ്റ്യൂഡിന് ഫീഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ടേപ്പർ കിട്ടും. കണ്ട, ഫൈനലി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ടേപ്പർ ആയിരിക്കും. ഓക്കെ, ഇനി ഫോം ടൂൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ടേപ്പറുള്ളൊരു ടൂൾ നമ്മൾ എടുക്കുന്നു, വെറുതെ ഒന്ന് ഫീഡ് കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് ടേപ്പർ കിട്ടും ഇവിടെ. ഓക്കെ, ഇവിടെ അവർ വേറൊരു ടൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളൊരു ഫോം ടൂളാണെങ്കിൽ ടേപ്പർ ടൂളാണെങ്കിൽ അതായത് ആ ഫോം ടൂളിൽ ആ ഫോം എന്ന് പറയുന്ന ടേപ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സർഫസും ടേപ്പർ ആയിരിക്കും, ഫിനിഷ് ചെയ്ത് കിട്ടുന്ന സർഫസും. പിന്നെ നമുക്ക് അവസാനമുള്ള ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമുക്ക് കോമ്പൗണ്ട് റെസ്റ്റ് സ്വിവൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 5 ഡിഗ്രി അല്ലെങ്കിൽ 10 ഡിഗ്രി ടേപ്പർ വേണമെന്ന് വിചാരിച്ചോ. അതായത് ഇങ്ങനെയുള്ള വർക്ക് പീസിൽ എനിക്ക് 10 ഡിഗ്രി ടേപ്പർ വേണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ, എൻ്റെ കോമ്പൗണ്ട് റെസ്റ്റ് ഉണ്ടല്ലോ, നമ്മളെ ടൂൾ പോസ്റ്റിൻ്റെ എല്ലാം ഏറ്റവും മുകളിലുള്ള നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് റെസ്റ്റ്. ഇതിനെ ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ മുകളിലോട്ടല്ല, അങ്ങോട്ടാണ്, സ്ക്രീനിൻ്റെ അകത്തോട്ട് റൊട്ടേറ്റ് ചെയ്യും. എത്ര ആംഗിളിൽ? എനിക്ക് 10 ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഹാഫായിട്ടുള്ള 5 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യും. എന്നാലേ നമുക്ക് 10 ഡിഗ്രി ടേപ്പർ കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കി. അതായത് ഇങ്ങനെ ഉണ്ടായിരുന്ന കോമ്പൗണ്ട് റെസ്റ്റിനെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു, ഹാഫ് ഓഫ് ടേപ്പർ ആംഗിളിൽ തിരിച്ചു വെച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ ടൂൾ എന്തായാലും നമ്മൾ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ജോബിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുത്താൽ മതി, ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയാൽ മാത്രം മതി. എന്തായി, നമുക്ക് ടേപ്പർ കിട്ടി. ഓക്കെ, അപ്പോൾ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ടെയിൽ സ്റ്റോക്കിനെ ഓഫ്സെറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലോങ് ടേപ്പേഴ്സിനാണ് നമ്മൾ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി കോമ്പൗണ്ട് റെസ്റ്റ് സ്വിവൽ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, സ്വിവൽ ദ കോമ്പൗണ്ട് റെസ്റ്റ് ടു എ ടേപ്പർ ആംഗിളിലോട്ട് സ്വിവൽ ചെയ്യുന്നു. ഇനി ഈ ടേപ്പർ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമ്പൗണ്ട് റെസ്റ്റിൽ സ്വിവൽ ചെയ്യുന്ന ഹാഫ് ഓഫ് ടേപ്പർ ആംഗിളിലായിരിക്കും. ഓക്കെ, പിന്നെന്താ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ടേപ്പേഴ്സ്. അപ്പോൾ ലോങ് ടേപ്പേഴ്സിന് നമ്മൾ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നു, ഷോർട്ട് ടേപ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കോമ്പൗണ്ട് റെസ്റ്റ് സ്വിവൽ മെത്തേഡ് ഉപയോഗിക്കുന്നു. പിന്നെ നമുക്കുള്ളത് എന്താ, ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഫീഡ് കൊടുക്കുന്നു, ആ ടേപ്പർ നമുക്ക് ലഭിക്കുന്നു അല്ലേ വർക്ക് പീസിൽ.
പിന്നെ അടുത്ത് നമുക്ക് എന്താണ് ത്രെഡ് കട്ടിങ്, വെരി ഇമ്പോർട്ടൻറ്റ്. ത്രെഡ് കട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞില്ലേ മറ്റേ നമ്മൾ സ്ക്രൂവിലെല്ലാം കാണുന്ന പോലെ ഉള്ള ആ ത്രെഡ്സ് ഉണ്ടല്ലോ, ത്രെഡ്സ്, അതുപോലെ നമുക്ക് വർക്ക് പീസിലും ആ ത്രെഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് ഇൻറ്റേർണലി ആണ് ആ ത്രെഡ് കൊടുക്കണമെങ്കിൽ, അതായത് ഒരു ഹോളിൻ്റെ അകത്താണ് നമ്മൾ ആ ത്രെഡ് കൊടുക്കണമെങ്കിൽ ഇൻറ്റേർണൽ ത്രെഡ്സ് എന്ന് പറയും. എക്സ്റ്റേർണലി ആണ് ത്രെഡ് കൊടുക്കണമെങ്കിൽ, അതായത് നമുക്ക് കാണത്തക്ക വിധത്തിലാണ് നമ്മൾ ത്രെഡ് കൊടുക്കുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യും പറയും എക്സ്റ്റേർണൽ ത്രെഡ് എന്ന് പറയും അല്ലേ. അപ്പോൾ എങ്ങനെ ത്രെഡ് ഉപയോഗിക്കുന്നത്? യെസ്, ത്രെഡ് കട്ടിങ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫീഡ് റോഡല്ല, ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലീഡ് സ്ക്രൂ ആണ്. നമ്മൾ നേരത്തെ 2 സ്ക്രൂ നമ്മൾ ഡയഗ്രത്തിൽ വരച്ചില്ലേ, ഒരെണ്ണം ലീഡ് സ്ക്രൂവും ഒരെണ്ണം ഫീഡ് റോഡും. ഓക്കെ, ആ ലീഡ് സ്ക്രൂ ആണ് മറ്റേ ഇതുപോലെ ഇത് കണ്ടത് അല്ലേ, കുറേ ഹാച്ചസ് കണ്ടത്. അപ്പം ലീഡ് സ്ക്രൂ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു ഹാഫ് നെറ്റ് അഥവാ സ്പ്ലിറ്റ് നട്ട് മെക്കാനിസം ഉണ്ടാകും. അപ്പോൾ അതും നമ്മൾ എൻഗേജ് ചെയ്തിട്ടായിരിക്കും ഈ ത്രെഡ് കട്ടിങ് ഓപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ, ഇതാണ് ലെയ്ത്തിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഒരു ത്രെഡ് കട്ടിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഇതൊന്ന് വരക്കാം. അതായത് ഒരു ലീഡ് സ്ക്രൂ ഉണ്ട്, ഇത് നമ്മൾ ടോപ്പ് വ്യൂ ആണ് കാണിക്കുന്നത്. ഒരു ലീഡ് സ്ക്രൂ ഉണ്ട്, ഈ ലീഡ് സ്ക്രൂവിലായിരിക്കും നമ്മൾ ക്യാരേജ് ഇരിക്കുന്നത് അല്ലേ. ലീഡ് സ്ക്രൂ ഉണ്ട്, അപ്പോൾ ലീഡ് സ്ക്രൂവിലായിരിക്കും നമ്മൾ ക്യാരേജ് ഇരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ആ ഹാഫ് നെറ്റിനെ എൻഗേജ് ചെയ്യുമ്പോൾ ഈ ലീഡ് സ്ക്രൂവിൻ്റെ അതേ രീതിയിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ക്യാരേജ് നീങ്ങിക്കോളും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്യാരേജ് നീങ്ങിക്കോളും. നമുക്ക് എത്ര ത്രെഡ്സ് പെർ ഇഞ്ച് വേണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. TPI എത്ര ത്രെഡ് ഒരു ഇഞ്ചിൽ വേണം എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അതിപ്പം ഇഞ്ചിലാണെങ്കിൽ, മെട്രിക് സിസ്റ്റം ആണെങ്കിൽ എത്ര ത്രെഡ് പെർ മില്ലിമീറ്റർ വേണം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഇത് ഓൾറെഡി നമ്മൾ എൻഗേജ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട്, നമ്മൾ ഹാഫ് നെറ്റ് വെച്ച് എൻഗേജ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മളെ ക്യാരേജ് നമ്മളെ ലീഡ് സ്ക്രൂ അനുസരിച്ച് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇവന്മാർ രണ്ടുപേരും സിങ്ക്രണസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളെ ത്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ക്യാരേജിൽ ആരാ ഉണ്ടാവുക? നമ്മൾ ടൂൾ ഉണ്ടാവൂലേ? ക്യാരേജിൽ ആരാ ഉണ്ടാവുക? നമ്മൾ ടൂൾ ഉണ്ടാവൂലേ? ആ ടൂൾ താനെ അങ്ങ് കട്ടായിക്കോളും. ആരായിരിക്കും? ഇവിടെ നമ്മളെ ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും. ഈ ടൂൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നേളിങ്ങിലും ത്രെഡ് കട്ടിങ്ങിലൊക്കെ നമ്മളെ വർക്ക് പീസ് ഭയങ്കര സ്പീഡിലൊന്നും റൊട്ടേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, നമ്മളെ സ്പിൻഡിൽ സ്പീഡൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ. ഹെഡ് സ്റ്റോക്ക് സ്പിൻഡിൽ, ആ സ്പിൻഡിൽ വഴി കൂടെ നമ്മൾ ചക്കിൽ നമ്മളെ വർക്ക് പീസ് ഹോൾഡ് ചെയ്തിട്ട് വർക്ക് പീസ് ഇങ്ങനെ മെല്ലെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ ടൂൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരിത്തിരി അകത്തോട്ട് കയറ്റിയതിന് ശേഷം നമ്മളെ ലീഡ് സ്ക്രൂ അനുസരിച്ച് മൂവ് ചെയ്ത് ഒരു ത്രെഡ് ഉണ്ടാക്കി തരും. എവിടെ വരെയെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഓക്കെ, എവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അപ്പം സെലക്ട് ദ പിച്ച് ഓൺ ദ ഗിയർ ബോക്സ്, അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. എവിടെയാണ് ഞാൻ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞത്. അതിന് നമ്മൾ പിച്ച് പറഞ്ഞു കൊടുക്കണം, എത്ര പിച്ച് വേണമെന്ന്, എത്ര ത്രെഡ് പെർ ഇഞ്ച് അതൊക്കെ വേണം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എൻഗേജ് ദ ഹാഫ് നെറ്റ് വിത്ത് ദ ലീഡ് സ്ക്രൂ. ഓക്കെ, നമ്മൾ മാനുവലി എൻഗേജ് ചെയ്യുന്നു, അതായത് ഈ ക്യാരേജ് ലീഡ് സ്ക്രൂ ആയിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാഫ് നെറ്റിനെ എൻഗേജ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മൾട്ടിപ്പിൾ പാസസ് അൺടിൽ ദ ഡെപ്ത് ഇസ് റീച്ച്. യെസ്, അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാസ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ത്രെഡ് ഫോം ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അകത്തോട്ട് വലുതായിട്ട് ഒരു ഡെപ്ത് ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും ഒരു പാസ് കൂടി കൊടുത്താൽ നമ്മൾ ഓൾറെഡി ത്രെഡ് ഫോം ചെയ്തതിന് അകത്തൂടെ തന്നെ വീണ്ടും പോവും. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടി മെറ്റീരിയൽ അകത്തോട്ട് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ത്രെഡിൻ്റെ ഡെപ്ത് കൂടും. ഇനി ടൈപ്സ് തന്നെ നമുക്കറിയാം. ഇൻറ്റേർണൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ മെട്രിക് അല്ലെങ്കിൽ വിറ്റ്വർത്ത് അല്ലെങ്കിൽ ആക്മേ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ലീഡ് സ്ക്രൂവിലുള്ളത് ആക്മേ ത്രെഡാണ് കേട്ടോ. ലീഡ് സ്ക്രൂവിലുള്ള ആക്മേ ത്രെഡാണ്. വലിയ വൈബ്രേഷൻ എല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും വലിയ ത്രെഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്മേ ത്രെഡെല്ലാം സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ ലെയ്ത്ത് ആക്സസറീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുറേ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ആക്സസറിയിലും നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് വരും. എന്തൊക്കെയാണ്? 3 ജോ ചക്ക്. ഈ 3 ജോ ചക്കിനെ സെൽഫ് സെൻട്രിങ് ചക്കെന്നും ബന്ധിപ്പിക്കും പറയപ്പെടും. എന്തുകൊണ്ടാണ്? കാരണം 3 ജോ ഉണ്ട്. 3 ജോയിലും കൂടി ഇവിടെ ഇപ്പോൾ 2 ഉള്ളൂ, ഒരെണ്ണം അപ്പുറത്താണ്, അപ്പോൾ അത് കാണിക്കാറില്ല. ഓക്കെ, 3 ജോവും ഒരുമിച്ച് തട്ടി എന്നർത്ഥം. അതായത് ഇത് സെൻറ്ററായി, ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്ററായി എന്നർത്ഥം. ഓക്കെ, ഈ 3 ജോവും നമ്മൾ ഒരുമിച്ച് നമ്മളെ വർക്കിനെ തട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്ററായി എന്നാണ്. ഓക്കെ, നമ്മൾ ലെയ്ത്തിൻ്റെ ആക്സിസ് ആയിട്ട്. ഫോർ റൗണ്ട് ജോബ്സ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ റൗണ്ട് ജോബ്സിനാണ് നമ്മൾ 3 ജോ ചക്ക് ഉപയോഗിക്കുന്നത്. ഇനി 4 ജോ ചക്ക് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ജോസ് ആണ്. 4 ജോസ് ഉണ്ടാവും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഫോർ ഇറഗുലർ ഷേപ്സിന് നമ്മൾ 4 ജോ ചക്സ് ഉപയോഗിക്കുന്നു. ഫേസ് ഷേപ്ഡ് എന്തിനാണ്? ഫേസ് പ്ലേറ്റ് എന്തിനാണ്? ഓഡ് ഷേപ്ഡ് വർക്ക് പീസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിൽ. മാൻഡ്രൽ എന്തിനാണ്? മാൻഡ്രലിൽ നമുക്കറിയാം ഇൻറ്റേർണൽ സർഫസസ് എല്ലാം മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹോളോ കമ്പോണൻസിലെല്ലാം നമുക്കറിയാം ഒരു ഹോളുള്ള ഒരു കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ മാൻഡ്രൽ അകത്തൂടെ കയറ്റിയിട്ടാണ് നമ്മൾ ഈ വർക്കിനെ ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ സ്റ്റഡി റെസ്റ്റ് ഉണ്ടാവും. സ്റ്റഡി റെസ്റ്റും ഫോളോ റെസ്റ്റും എന്താണെന്നറിയാം? ഈ സ്റ്റഡി റെസ്റ്റും ഫോളോ റെസ്റ്റ് എന്ന് പറയുന്നത് ഈ ലോങ് വർക്ക് പീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ലോങ് വർക്ക് പീസ് ആകുമ്പോൾ ഇത് ബെൻഡ് ആവാൻ സാധ്യതയുണ്ട് അല്ലേ, കറക്റ്റ് സെൻറ്റർ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, സപ്പോർട്ട് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ സ്റ്റഡി റെസ്റ്റ് എന്ന് പറയുന്നത്. ഫോളോവർ റെസ്റ്റും അത് തന്നെ ആയിരിക്കും. ഫോളോവർ റെസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ സപ്പോർട്ട് കൊടുക്കുന്നതിനാണ് ഫോളോവർ റെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫോളോവർ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഫോളോ ചെയ്യും. മൂവ്സ് വിത്ത് ദ ക്യാരേജ്, ഇറ്റ് ഈസ് നിയറർ ടു ദ ടൂൾ
ടൂൾ, കട്ടിംഗ് ടൂൾ. കാരണം കട്ടിംഗ് ടൂളിൻ്റെ അടുത്തുകൂടെ ആയിരിക്കും കട്ടിംഗ് ടൂളിന് തന്നെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഫോളോ റെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രിവെൻറ്റ്സ് ഡിഫ്ലക്ഷൻ ഓഫ് ദ വർക്ക് പീസ്. ഓക്കെ, കാരണം വർക്ക് പീസ് ഇത്രയും ലോങ് ആകുമ്പോൾ ഇതിന് സപ്പോർട്ട്, മിഡിലിനും കൂടി ഒരു സപ്പോർട്ട് കൊടുക്കണം. അതിനാണ് നമ്മൾ ഈ സ്റ്റഡി റെസ്റ്റ് കൊടുക്കുന്നത്. ഇനി വർക്ക് പീസ് എന്താ ചെയ്യുന്നത്, കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഫോളോ ചെയ്യുന്ന പോകുന്ന റെസ്റ്റിനെയാണ് നമ്മൾ ഫോളോവർ റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് പ്രോസസ് പാരാമീറ്റേഴ്സ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ട് എന്തൊക്കെയാണ്. കട്ടിംഗ് സ്പീഡ് കട്ടിംഗ് സ്പീഡ് നമ്മൾ പണ്ടേ പഠിക്കുന്നതാണല്ലേ, πdn/1000. വേറെ പൈ എന്ന് പറയുന്നത് അല്ല, ഇവിടെ 1000 വരെ. കാരണം എന്താ, നമ്മളെ ഫീഡ് ഉണ്ട്, πdn/1000 വരാൻ കാരണം എന്താ, ഡയമീറ്റർ എന്തായിരിക്കും, ഡയമീറ്റർ മില്ലിമീറ്റേഴ്സിലായിരിക്കും അല്ലേ, ഡയമീറ്റർ മില്ലിമീറ്റേഴ്സിലായിരിക്കും. സ്പിൻഡിൽ സ്പീഡ് എന്ന് പറയുമ്പോൾ റെവല്യൂഷൻസ് പെർ മിനിറ്റ് RPM-ലായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് മില്ലിമീറ്റേഴ്സ് പെർ മിനിറ്റിലാക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അല്ലെങ്കിൽ മീറ്റേഴ്സ് പെർ മിനിറ്റിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളിവിടെ 1000 ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു SI യൂണിറ്റിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളിവിടെ 1000 ഉപയോഗിക്കുന്നത്. ഇനി ഫീഡ് നമ്മൾ എന്തിലായിരിക്കും, മില്ലിമീറ്റേഴ്സ് പെർ റെവല്യൂഷൻ എന്ന യൂണിറ്റിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ സർഫസ് ഫിനിഷ്. ഡെപ്ത് ഓഫ് കട്ട് എന്താണ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് റിമൂവ്ഡ് റേഡിയൽ ഡയറക്ഷനിൽ എത്ര എമൗണ്ട് ഓഫ് മെറ്റൽ അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്തേക്കുന്നത്. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പൈ, ഡെപ്ത് ഓഫ് കട്ട്, ഫീഡ്, ഡയമീറ്റർ, സ്പിൻഡിൽ സ്പീഡ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. നമുക്ക് നമുക്ക് നോക്കാം. അടുത്ത എന്താ, മെഷീനിങ് ടൈം കാൽക്കുലേഷൻ. മെഷീനിങ് ടൈം, ഇതിന് കാൽക്കുലേഷൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ പുതിയ സിലബസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മെഷീനിങ് ടൈം നമ്മൾ ലെയ്ത്തിൽ പറയുന്നത് T=L/F/N. ഓക്കെ, അതിൽ L എന്താ, L ഇസ് ദ ലെങ്ത് ഓഫ് കട്ട്. L എന്താണ്, ലെങ്ത് ഓഫ് കട്ട്. F എന്താ, ഫീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫീഡ് ഇൻ മില്ലിമീറ്റേഴ്സ് പെർ റെവല്യൂഷൻ, ആൻഡ് N is the spindle speed in RPM. ഇവിടെ ആകെ ഒരു സാധനം മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ, എന്താ, സ്പിൻഡിൽ. ആ സ്പിൻഡിലിൻ്റെ കൂടെ നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഹോൾഡ് ചെയ്തപ്പോൾ അതും അതേ സ്പീഡിലായിരിക്കും. ആ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൽ വർക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ ആ വർക്കും ആ മെയിൻ സ്പിൻഡിൽ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഒറ്റ ഒരെണ്ണമുള്ളൂ, സ്പിൻഡിൽ സ്പീഡാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഫീഡ്, മില്ലിമീറ്റേഴ്സ് പെർ റെവല്യൂഷൻ, ആൻഡ് L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാർട്ട് 1-ൽ. പാർട്ട് 3-ൽ പറയാനുള്ളത്. താങ്ക് യു.